യിരെമ്യാവ് തന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ 5 വർഷം പ്രവചിച്ച പ്രവചനമാകുന്നു യിരെമ്യാ പ്രവചനം 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നാം കണ്ടത്. 20 പരം വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവ് അറിയിച്ച ദൂത് വളരെ രൂക്ഷമായ ന്യായവിധിയും തന്റെ ജനത്തിന്മേൽ വരുവാൻ പോകുന്ന ശിക്ഷാവിധിയുമായിരുന്നു. 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് യോശിയാ രാജാവിന്റെ ആജ്ഞപ്രകാരം ദൈവാലയം വെടിപ്പാക്കിയപ്പോൾ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടിയതിന് ശേഷമുള്ള പ്രവചനങ്ങളാണ്. തന്റെ ജനത്തെക്കുറിച്ച് വലിയ കരുതലുള്ള വ്യക്തിയായിരുന്നു യോശിയാവ്. ചെറുപ്പക്കാരനായ രാജാവിന് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണത്. യോശിയാ രാജാവും യിരെമ്യാ പ്രവാചകനും മിക്കവാറും ഒരേ പ്രായത്തിലുള്ളവരും ദൈവത്തിനായി ഏറെ തീഷ്ണതയുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂട്ടുകാരുമായിരുന്നിരിക്കണം. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയത് പുരോഹിതനായ ഹില്ക്കിയാവായിരുന്നു. അവൻ യിരെമ്യാവിന്റെ പിതാവുമായിരുന്നു. ദൈവാലയം വെടിപ്പാക്കി അറ്റകുറ്റപ്പണി തീർത്തു. ഇപ്പോൾ ഉപയോഗത്തിന് ഉതകുന്നതായി എന്നത് എത്രയോ അനുഗ്രഹീതമായ അവസ്ഥയാകുന്നു. ഇപ്പോൾ യിരെമ്യാവ് യഹോവയുടെ ആലയത്തിന്റെ കവാടത്തിങ്കൽ നിന്ന് തന്റെ ജനത്തിന് യഹോവയുടെ അരുളപ്പാട് നൽകുകയാണ്. 7-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കടക്കുന്നവരായ എല്ലാ യഹൂദന്മാരുമായുള്ളവരെ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചു പറക. നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്, യിരെമ്യാ പ്രവചനം 26-ാം അധ്യായത്തിൽ കാണുന്ന പ്രവചനത്തോട് വളരെ സാമ്യമുള്ളതാകുന്നു ഇതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രവചനം ഒരുപോലുള്ളതാണ്, എന്നാൽ അത് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് നൽകുന്നതാണ്. വാതിൽക്കൽ അല്ല നിൽക്കുന്നത്, പിന്നെയോ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, മറ്റൊരു രാജാവിന്റെ ഭരണസമയത്താണ് അത് നൽകപ്പെട്ടത്. എന്തായിരുന്നാൽ തന്നെയും ദൂത് വളരെ സാമ്യമുള്ളതാണ്. യിരെമ്യാവ് തന്റെ ചിന്താഗതിക്ക് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ദൈവാലയത്തിന്റെ അറ്റകുറ്റപ്പണി തീർത്തു. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു. ജനങ്ങൾ ദൈവാലയത്തിലേക്ക് നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവാലയത്തിലേക്ക് മടങ്ങിവരുന്നതാണ് ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിങ്കിലേക്ക് മടങ്ങിവരുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. യുവാവായ യിരെമ്യാവ് ജനത്തിന്റെ സംസാരം കേൾക്കുന്നു. എന്നിട്ടവൻ താഴെ കാണുന്ന ദൂത് നൽകുകയാണ്. 3-ാം വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. അവിടുത്തെ ജനം ദൈവാലയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ, ദൈവാലയത്തിലെ ആരാധനയിലേക്ക് മടങ്ങി വരുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ രൂപാന്തരമില്ല. വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് അവർ ജീവിച്ച അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. പുറമെയുള്ള ഒരു ഉണർവ് മാത്രമേ ഈ സമയത്തുണ്ടായിരുന്നുള്ളൂ. കുറെ കൂടി യഥാർത്ഥമായിട്ടുള്ള ഉണർവുണ്ടാകുന്ന സമയം വരും. എന്നാൽ ഈ സമയത്ത് ഇത് പുറമെയുള്ളൊരു ചലനം മാത്രമാണ്. തുടർന്ന് ജനത്തിന്റെ മനോഭാവത്തെ നാം കാണുന്നു. അതാകുന്നു യിരെമ്യാവിനെയും ഭാരപ്പെടുത്തുന്ന വിഷയം. 4-ാം വാക്യം. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ ആശ്രയിക്കരുത്. ഈ പറഞ്ഞതിലൊക്കെ ജനങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് താങ്കൾക്ക് ഊഹിക്കുവാൻ സാധിക്കും. ദൈവാലയത്തെ നോക്കിക്കൊണ്ട് ആ ജനം പറഞ്ഞു, എന്തൊരു ആലയം! ഇതെത്ര മനോഹരമായിരിക്കുന്നു! അത് പുതുക്കിപ്പണിതവർ ഒന്നാന്തരം ജോലിയാണ് ചെയ്തിരിക്കുന്നത്. ദൈവാലയത്തിലേക്ക് വരുന്നത് പണ്ടത്തെ ആ നല്ല അനുഭവങ്ങളെപ്പോലെയുണ്ട്. ഈ ചിന്താഗതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നും ഇത് നാം കാണുന്നു. ദൈവാലയത്തെ സംബന്ധിച്ച് വളരെ പ്രോത്സാഹനമുണ്ട്. എന്നാൽ ആത്മാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന മനോഭാവമില്ല. ഇതത്രേ യിരെമ്യാവ് ആ മനുഷ്യരിൽ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഈ കേൾക്കുന്ന വ്യാജ വാക്കുകളിൽ വിശ്വസിക്കരുത്. ദൈവാലയത്തിലേക്ക് വരുന്നതാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ കാര്യമെന്നതുപോലെയാണ് അവർ സംസാരിച്ചത്. ചരിത്രത്തിലെ ഈ പ്രത്യേക സമയത്ത് വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2 ദിനവൃത്താന്തം 34-35 അധ്യായങ്ങൾ വായിച്ചാൽ മതിയാകും. സംഭവിച്ചത് സത്യത്തിൽ ആശ്ചര്യകരമായ സംഗതിയായിരുന്നു. ഹില്ക്കിയാ പുരോഹിതൻ ന്യായപ്രമാണ പുസ്തകം ശാഫാന്റെ കൈവശം നൽകുകയും അവനത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു.
രാജാവ് യെരുശലേമിലും യഹൂദയിലും ഉണ്ടായിരുന്ന ജനത്തിന്റെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി വചനം വായിക്കുന്നത് അവരെ കേൾപ്പിച്ചു. തുടർന്ന് തങ്ങൾ ദൈവത്തെ മാത്രം പിൻപറ്റും എന്നൊരു ഉടമ്പടി ദൈവം മുൻപാകെ ചെയ്തു. അവർ യെരുശലേമിൽ പെസഹ ആചരിച്ചു. 2 ദിനവൃത്താന്തം 35:18-19 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദയും ഇസ്രായേലും യെരുശലേം നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രായേൽ രാജാക്കന്മാരാരും ആചരിച്ചിട്ടില്ല. യോശിയാവിന്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ഈ പെസഹ ആചരിച്ചു. ദേവാലയത്തിലെ ആരാധന അവർ എല്ലാ യാഗങ്ങളോടും പെരുന്നാളുകളോടും കൂടി വീണ്ടും ആരംഭിച്ചു. ആയത് നല്ലതും ആശ്ചര്യകരവുമായിരുന്നു. പിന്നീട് പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം ജനം തങ്ങളുടെ വഴികളെ നേരെയാക്കുവാൻ താൽപര്യപ്പെട്ടില്ല എന്നതത്രേ. അവർ അതുവരെ ജീവിച്ചതുപോലെ തുടർന്നും ജീവിക്കുവാൻ തുടങ്ങി. യിരെമ്യാവ് പറയുന്നത് 10 കൽപ്പനയെക്കുറിച്ചല്ല, പിന്നെയോ 10 കൽപ്പനകൾക്ക് ശേഷം ദൈവം അവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ. അതെ, പുറപ്പാട് പുസ്തകം 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ആയത് ഇസ്രായേൽ മക്കളുടെ ദൈനംദിന ജീവിതത്തെയും അന്യോന്യമുള്ള ബന്ധത്തെയും കാണിക്കുന്നതാണ്. ഇനിയും 9ഉം 10ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നിങ്ങൾ മോഷ്ടിക്കുകയും കുല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്നു ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? പുതുക്കിപ്പണിത ദൈവാലയത്തെ പുകഴ്ത്തി അവർ സംസാരിക്കുമ്പോൾ തന്നെ അവർ ബാലിനെ ആരാധിക്കുകയായിരുന്നു. ഇങ്ങനെ ചെയ്തതിന്റെ പിൻപിലെ ചിന്ത എന്തെന്നാൽ ദൈവാലയം അറ്റകുറ്റം തീർക്കുകയും ശബത്ത് ദിവസം അവർ ദൈവാലയത്തിൽ വരെ വരികയും ചെയ്തതിനാൽ ദൈവം അവരെ സംരക്ഷിക്കും എന്നായിരുന്നു മനുഷ്യർ മനഃപൂർവ്വമായി ചിന്തിച്ചത്. എന്നാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവർ മനഃപൂർവ്വമായി ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം അവരെ സംരക്ഷിക്കും എന്നത് സത്യമാണ്. എന്നാൽ തങ്ങളെ ബാധിക്കാത്ത ഒരു വാസ്തവത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ദൈവാലയം പുതുക്കിപ്പണിയുവാനായി അവർ ഒരു ധനശേഖരണം നടത്തുകയുണ്ടായി. അപ്പോൾ ജനങ്ങൾ ഔദാര്യമായി നൽകുകയും ചെയ്തു. എന്നിട്ട് അവർ ചിന്തിച്ചു, ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ അവർക്കിത്രയും മതി എന്ന്. യിരെമ്യാ പ്രവചനം പോലെ നമ്മുടെ ഇന്നത്തെ കാലത്തേക്ക് യോജിക്കുന്ന വേറൊരു പുസ്തകം ബൈബിളിൽ ഞാൻ വേറെ കാണുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ എല്ലാവരും ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ഓടിക്കൂടും. എന്നാൽ സാധാരണഗതിയിൽ പോകുമ്പോൾ എല്ലാവരും തങ്ങളുടേതായ വഴിക്ക് പോവുകയും ചെയ്യും. വലിയ വലിയ പള്ളികൾ വയ്ക്കുവാൻ മനുഷ്യർ മത്സരിച്ചിന്ന് പ്രവർത്തിക്കുന്നു. 10 കോടി മുടക്കി പണിത പള്ളിയിലാകുന്നു ആരാധിക്കുന്നത് എന്ന് പറയുന്നത് പലർക്കും എന്തൊരു ഗമയാണ്. പുതിയ പള്ളിയല്ല സുഹൃത്തെ നമുക്ക് ആവശ്യം, പുതുക്കപ്പെട്ട മനുഷ്യരെയാണ്. പള്ളി എത്ര വലുതുണ്ടായാലും പഴയ മനുഷ്യരെ തന്നെയാണെങ്കിൽ എന്താണ് വിശേഷം? യിരെമ്യാവ് തന്റെ ജനത്തോട് പറയുന്നതും ഇതുതന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ യിരെമ്യാവ് പറഞ്ഞത് ഇനിയും നാം കാണുകയാണ്. ക്രിസ്തു ഇത് ഉദ്ധരിക്കുന്നതായി നാം വായിക്കുന്നു. 7:11 എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നൂറ്റാണ്ടുകൾക്കപ്പുറം കർത്താവായ യേശു യെരുശലേമിലെ ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ഉപയോഗിച്ച പ്രസ്താവന ഇതുതന്നെയാണ്. യിരെമ്യാവിന്റെ കാലത്ത് ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹ എന്ന് വിളിച്ചു. കാരണം ആ ജനം ആഴ്ച മുഴുവനും തങ്ങളുടെ സഹോദരങ്ങളെ ചൂഷണം ചെയ്യുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം ഭക്തിനിർഭരമായി ദൈവാലയത്തിലേക്ക് വന്നിരുന്നു. അവരുടെ തൊഴിലിലോ സ്വഭാവത്തിലോ ബന്ധങ്ങളിലോ യാതൊരു വ്യതിയാനവുമില്ലായിരുന്നു. ഇന്നും വലിയ ആളെ കൂട്ടുന്നതിലും പണം വാരിക്കോരി ചെലവഴിച്ച് പരസ്യം ചെയ്യുന്നതിലുമൊക്കെ വിശ്വസിക്കുന്ന അനേകരുണ്ട്. ആള് കൂടുതൽ വന്നാൽ അത് ഉണർവാണ് എന്നവർ ആത്മാർത്ഥമായി കരുതുന്നു. ഉറക്കപ്പാടുകയും പ്രസംഗിക്കുകയും ചെയ്താൽ അത് ഉണർവാകുന്നു എന്ന് കരുതുന്ന മനുഷ്യർ വെറും മൂഢസ്വർഗത്തിലാകുന്നു കഴിയുന്നത്. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താത്തതൊന്നും ആത്മീയ ഉണർവല്ല.
പാപബോധമുണ്ടാകുന്നില്ല എങ്കിൽ അത് ആത്മീയ ഉണർവല്ല. ഇതായിരുന്നു യിരെമ്യാവിന്റെ ദൂത്. ഇത്രയും വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന ഒരു യുവപ്രസംഗകനെ ആരും അഭിനന്ദിച്ചെന്ന് വരില്ല. ഇന്ന് അവനെ വെറുത്ത് അവരുടെ അടുത്ത് അടുപ്പിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ശരിക്കും കാണുവാൻ കഴിയുന്നു. ഏകനായി നിന്ദിതനായി നിൽക്കുന്ന യിരെമ്യാവ്. എന്നാൽ തന്നെ അവനത് വിശ്വസ്തയോടെ അറിയിച്ചു. അത് ഭാഗികമായ ഒരു ഉണർവിലേക്ക് നയിച്ചു എന്ന് നാം വായിക്കുന്നു. 16 വാക്യം, അതുകൊണ്ട് നീ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും കഴിക്കരുത്, എന്നോട് പക്ഷവാദം ചെയ്യുകയും അരുത്, ഞാൻ നിന്റെ അപേക്ഷ കേൾക്കയില്ല. ദൈവം യിരെമ്യാവോട് പറയുകയാണ്, യിരെമ്യാവേ, ഈ ജനം എങ്കിലേക്ക് തിരിയുന്നതുവരെ നീ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. ഇത് ഭയാനകമായൊരു വാക്യമാകുന്നു. ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് ദൈവം പ്രവാചകനോട് പറയുന്നത്. ദേശം ദൈവത്തിൽ നിന്നും വളരെ ദൂരത്തിൽ പോയിരിക്കുന്നു. അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതുവരെ അവർക്ക് പ്രത്യാശയ്ക്ക് വഴിയില്ല. ചിലരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാത്ത സമയമുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നാം മനുഷ്യരുടെയൊക്കെ മുൻപിൽ ചെന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ആർക്കുവേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാം പ്രത്യേകം അറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. ആശുപത്രിയിൽ രോഗിയായി കിടന്നിരുന്ന ഒരു സ്നേഹിതനെ സന്ദർശിക്കുവാൻ ഞാൻ ചെന്നപ്പോൾ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് തൊട്ടടുത്ത കിടക്കയിൽ കിടന്നിരുന്ന രോഗിയായ മനുഷ്യൻ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് അല്പം ചോദിച്ചു. യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയാമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയായി അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം വിശദീകരിച്ചു. എന്നാൽ അത് കൈക്കൊള്ളുവാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നിട്ടും ഞാൻ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ താങ്കൾ ചിന്തിക്കുന്നത് പോലെ രോഗം മാറി അനുഗ്രഹം തരണമെന്നല്ല, പിന്നെയോ താങ്കളുടെ പാപം പോക്കി താങ്കളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ആത്മരക്ഷ ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി വേണം നാം ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. ഇതത്ര ദൈവം യിരെമ്യാവോട് പറയുന്നത്. ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ഈ ജനം പ്രവാസത്തിലേക്ക് പോകുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കരുത്. അവർ എങ്കിലേക്ക് തിരിയേണ്ടതിനായി പ്രാർത്ഥിച്ചാലും നീ എന്റെ ദൂത് അവർക്ക് നൽകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഇത് ശരിക്കും കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഞായറാഴ്ചത്തെ താങ്കളുടെ ആചാരങ്ങൾ പോലെ തന്നെ ദൈവം തിങ്കളാഴ്ചത്തെ താങ്കളുടെ പെരുമാറ്റ രീതികളിലും തൽപരനാണ്. ഒരു ക്രിസ്ത്യാനി ആത്മാർത്ഥതയുള്ളവനാകുന്നുവോ എന്ന് ദൈവം നോക്കുന്നത് ഞായറാഴ്ചത്തെ അവന്റെ അഭിനയത്തിൽ അല്ല, പിന്നെയോ തിങ്കളാഴ്ചത്തെ അവന്റെ തൊഴിലിലാകുന്നു എന്ന് മറക്കരുത്. 23 വാക്യം നോക്കിക്കാട്ട്. എന്റെ വാക്ക് കേട്ടനുസരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. താൻ അവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവരുടെ അനുസരണം മാത്രമാകുന്നു എന്ന് ദൈവം വീണ്ടും അവരോട് പറയുന്നു. ദൈവാലയത്തിലേക്ക് വരുന്നത് വളരെ നല്ല കാര്യം, എന്നാൽ അത് അവരുടെ അനുസരണത്തിന് പകരമാകുകയില്ല. ഇന്ന് അനേകരും ആരാധനയ്ക്കെന്ന് പറഞ്ഞു പോകുന്നത് മറ്റു പല ഉദ്ദേശങ്ങളോടെയാണ്. ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കൽ വെളിയിൽ പോകുവാനും മറ്റുള്ളവരെ കാണുവാനും കാണിക്കുവാനും ലഭിക്കുന്ന ഒരേ ഒരു അവസരമാകുന്നു ഞായറാഴ്ചത്തെ ഈ ആരാധന. ചിലർ ശുശ്രൂഷകനെ കാണിക്കുവാനും മറ്റു ചിലർ ഒന്ന് വിശ്രമിക്കുവാനുമൊക്കെയായി പോകുന്നു. ഇത്രയൊക്കെ പോയിട്ടും അവരുടെ ജീവിതത്തിന് വ്യത്യാസം ഒന്നുമില്ല. ഇന്നും അവർ പരദൂഷണം പറയും, മറ്റുള്ളവരെ ക്രൂശിക്കും, കുതികാൽ വെട്ടും, ലോകക്കാരെപ്പോലെ തന്നെ ജീവിക്കും. യിരെമ്യാവിന്റെ ജനവും ബാലിനെ ആരാധിക്കുവാൻ പോയിക്കൊണ്ടിരുന്നു. ഒരു സാക്ഷ്യവുമില്ലാത്ത ഒരു ജീവിതം ജീവിക്കുന്നു. ആരാധനയ്ക്ക് പോകുന്നതിനാൽ ഒരു പ്രത്യേക സാക്ഷ്യം നാം നൽകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് നൽകുന്ന സാക്ഷ്യത്തോളം അതൊക്കില്ല എന്നോർക്കണം. 26 27 വാക്യങ്ങളിൽ നാം കാണുന്നു, എന്നിട്ടും എന്നെ കേട്ടനുസരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ അവർ ദുശാഠ്യം കാട്ടി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തു. ഈ വചനങ്ങളെയൊക്കെയും നീ അവരോട് പറയുമ്പോൾ അവർ നിനക്ക് ചെവി തരികയില്ല. നീ അവരെ വിളിക്കുമ്പോൾ അവർ ഉത്തരം പറയുകയില്ല. താൻ പറയുന്നത് കേട്ടപ്പോൾ മുൻപോട്ട് വന്നു.
തങ്ങൾ ഇനിയും ദൈവത്തെ അനുസരിച്ചോളാം എന്ന് പറയുന്ന ആരും തന്നെ യിരെമ്യാവിനെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അവന്റെ ദൂത് ആരും ചെവിക്കൊണ്ടില്ല. എന്നാലും അതറിയിക്കുക എന്നത് യിരെമ്യാവിന്റെ ഉത്തരവാദിത്വമായിരുന്നു. ദൈവം അവനോട് ആ ജോലി ചെയ്യുവാൻ പറഞ്ഞു. തന്റെ വചനം അറിയിക്കുന്ന ജോലി. ഒരു നല്ല പ്രതികരണവും ഇല്ലെങ്കിൽ പോലും അവനത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു. ദൈവവചനം പ്രസംഗിക്കുകയും പ്രസംഗിക്കുന്നതിനനുസരിച്ച് ജീവിക്കുകയുമാകുന്നു നാം ചെയ്യേണ്ടത്. 29 വാക്യം നോക്കിക്കാട്ടെ. നിന്റെ തലമുടി കത്രിച്ച് എറിഞ്ഞുകളക, മൊട്ടക്കുന്നിന്മേൽ കയറി വിലാപം കഴിക്ക. യഹോവ തന്റെ ക്രോധത്തിന്റെ സന്തതിയെ ഉപേക്ഷിച്ചു തള്ളിക്കളഞ്ഞിരിക്കുന്നു. ദൈവം അവരെ സംബോധന ചെയ്യുന്നത് ക്രോധത്തിന്റെ സന്തതി എന്നത്രേ. യെരൂശലേമിന്റെ മേൽ ന്യായവിധി വരുവാൻ പോകുന്നു. 31 വാക്യം. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിയിലിട്ട് ദഹിപ്പിക്കേണ്ടതിന് അവർ ബെൻഹിന്നോൻ താഴ്വരയിലുള്ള തെഫോത്തിലെ പൂജാഗിരികളെ പണിതിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചതല്ല, എന്റെ മനസ്സിൽ തോന്നിയതുമല്ല. മോലെക് ദേവന്റെ ചുട്ടുപഴിപ്പിച്ച പിത്തള കൈകളിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ വെച്ച് ബലിയർപ്പിച്ചിരുന്ന ഹിന്നോം താഴ്വരയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായിരുന്നു തോഫത്ത്. ദേവാലയ കവാടത്തിങ്കിൽ നിന്ന് യിരെമ്യാവ് നൽകുന്ന ദൂത് അടുത്ത അധ്യായമായ 8 അധ്യായത്തിലും തുടരുന്നു. 8 അധ്യായത്തിൽ ഞാൻ ആദ്യം അതിന്റെ 9 വാക്യം വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ. അവർക്ക് എന്തൊരു ജ്ഞാനമുള്ളൂ. ആ ജനം ദൈവത്തിന്റെ വചനം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പാപം. ഇന്നും നമ്മുടെ സമൂഹത്തിലെ പുഴുക്കുത്തിന് കാരണം ദൈവവചനത്തെ നിരസിച്ചതാണ്. സാമ്പത്തികമായി നാം കുഴപ്പമില്ലാത്ത അവസ്ഥയിലായിരിക്കാം. എന്നാൽ തകർന്ന കുടുംബാന്തരീക്ഷവും ഭയാനകമായ സമൂഹവും എത്ര ശോചനീയമായ സ്ഥിതിവിശേഷം. യിരെമ്യാവ് തന്റെ ജനത്തിന്റെ അനുഭവത്തിലേക്ക് താണിറങ്ങിച്ചെല്ലുന്നു. എന്നിട്ട് ഈ വിലാപം ചൊല്ലുന്നു. 8 അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് ദൈവം തക്കതായ മാർഗം ഒരുക്കിയെങ്കിലും അവർ അത് അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് ദൈവത്തിന്റെ ഹൃദയഭാരം യിരെമ്യാവ് തന്റെ ജനത്തെ അറിയിക്കുകയാണ്. 9 അധ്യായം ആരംഭിക്കുന്നത് തന്റെ ഹൃദയവേദന അറിയിച്ചുകൊണ്ടാണ്. 9:1 വാക്യം. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യിരെമ്യാവിന്റെ മേൽ ഉണ്ടായ ഫലം ഇതത്രേ. എങ്ങനെയാണ് അവൻ തന്റെ ദൂത് നൽകിയത്? മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നീരസത്തോടെ അവരെ വിമർശിക്കുന്ന മനോഭാവമായിരുന്നോ യിരെമ്യാവിന്റേത്? അല്ല, ഒരിക്കലുമല്ല. തന്റെ കണ്ണുകൾ രണ്ടിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവന് നൽകിയ ദൂത് നൽകി. താൻ അറിയിച്ച ദൂത് തന്റെ ഹൃദയത്തെ തകർക്കുന്നതായിരുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം യെരൂശലേമിനോട് വളരെ കർക്കശമായൊരു ദൂത് അറിയിക്കുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടിരുന്ന യേശുവിനെ നാം കാണുന്നു. അന്ന് അവനെ കണ്ടപ്പോൾ ചില ആളുകൾ ചിന്തിച്ചു, യിരെമ്യാവ് മടങ്ങി വന്നിരിക്കുകയാണെന്ന്. നാം അറിയിക്കുന്ന ദൂത് നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം സ്പർശിക്കേണ്ടതുണ്ട് എന്നോർക്കുക. 2 വാക്യം. അയ്യോ, എന്റെ ജനത്തെ വിട്ടുപോയിക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ. തന്റെ ദേശത്തിന് നാശം കൊണ്ടുവരുന്ന തന്റെ ജനത്തിന്റെ പാപം കാണാതിരിക്കത്തക്കവണ്ണം മരുഭൂമിയിൽ എവിടെയെങ്കിലും ഓടിപ്പോയിരുന്നെങ്കിൽ എന്ന് യിരെമ്യാവ് ആഗ്രഹിച്ചു. ഞാൻ ഇനിയും 23-24 വാക്യങ്ങളാണ് വായിക്കുന്നത്. 9 അധ്യായത്തിന്റെ ബാക്കി ഭാഗം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് വായിക്കുമല്ലോ. അവന്റെ ഹൃദയത്തിന്റെ വേദന, തന്റെ ജനത്തെക്കുറിച്ചുള്ള ഭാരം അവൻ അറിയിക്കുന്നതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. അവർ കടന്നുപോകുന്നതായ ഈ സ്ഥിതിവിശേഷം അവരുടെ പാപം കൊണ്ട് മാത്രമാകുന്നു എന്ന് അവരോട് പറയുകയാണ്. 23 വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്.
തിരുവചനത്തിലെ അതിമഹത്തായ 2 വാക്യങ്ങളാണിവ. പല സ്ഥാനത്തും ഇത് നാം ഉദ്ധരിച്ച് കേൾക്കാറുണ്ടല്ലോ. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ നിരസിച്ച് കളഞ്ഞ ഒരു കൂട്ടം ജനത്തോടാണ് ഇത് പറഞ്ഞത് എന്ന് മറക്കരുത്. ഒരു രാഷ്ട്രമെന്ന നിലയിൽ നാം സാധാരണ പുകഴുന്നത് എന്തിലൊക്കെയാണ്? നാം മാനുഷികമായ അറിവിലും ധനത്തിലും ശക്തിയിലുമൊക്കെ ആശ്രയിക്കുന്നു. നമ്മുടെ സാമ്പത്തിക വളർച്ചയിലും വിദ്യാഭ്യാസത്തിലും ജോലിയിലും ബുദ്ധിസാമർഥ്യത്തിലും ഒന്നും ആശ്രയിക്കരുത്. നമുക്കെന്തെങ്കിലും പുകഴുവാനുണ്ടെങ്കിൽ ആയത് നമ്മുടെ ആത്മീക മൂല്യങ്ങളിലും സാൻമാർഗിക മൂല്യങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും ലക്ഷ്യത്തിലുമൊക്കെ ആയിരിക്കണം. ഈ മൂല്യങ്ങളെക്കുറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് മിണ്ടുന്നുപോലുമില്ല എന്നത് എത്ര പരിതാപകരമായ അവസ്ഥയാണ്. വളർന്നു വരുന്ന തലമുറ എത്ര ക്രൂരവും ലക്ഷ്യബോധമില്ലാത്തതുമാകുന്നു. വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ വഴി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സമൂഹം വഴിതപ്പുന്ന അവസ്ഥയിലാകുന്നു ഇന്ന്. ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുവാൻ ആർക്കും താൽപര്യമില്ല. യിരെമ്യാവിനെയും ആർക്കും അന്ന് ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ ഞാൻ യിരെമ്യാവിനോടൊപ്പം നിൽക്കുവാൻ പോകുകയാണ്. കാരണം ഒരു ഉണർവിനുള്ള ആശ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിന്ന് ആവശ്യം അതുതന്നെയാണ്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇന്ന് നമുക്ക് ആവശ്യം ദൈവമില്ലാത്ത ഈ സിദ്ധാന്തത്തിനപ്പുറം അറിയാവുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെയാണ്. ദൈവത്തെയും ദൈവവചനത്തെയും അറിയുകയും അനുസരിക്കുകയും ചെയ്യുന്ന ജനത്തെയാണ് നമുക്കാവശ്യം. ദൈവത്തെങ്കിലേക്ക് ജനം മടങ്ങി വരുന്നതാണ് ഇന്ന് ആവശ്യം. ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കുന്നതാണ് ഇന്ന് ആവശ്യം. ദൈവാലയത്തിന്റെ വാതിൽക്കൽ യിരെമ്യാവ് നൽകിയ ദൂത് 10-ാം അധ്യായത്തിൽ അവസാനിക്കുന്നു. തുടർന്ന് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയതിന് ശേഷം ഉണ്ടായ നവോത്ഥാനത്തെക്കുറിച്ച് 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നു. ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയത് യോശിയ രാജാവിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കി. തങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിൽ നിന്നും തന്റെ ജനം എത്ര ദൂരം പോയി എന്ന് അവൻ മനസ്സിലാക്കി. ആ ചിന്ത അദ്ദേഹത്തെ ചലിപ്പിച്ചു. അങ്ങനെ അവനാകെ രൂപാന്തരപ്പെട്ടു. തങ്ങൾ ദൈവത്തെ സേവിക്കുമെന്നുള്ള ഒരു ഉടമ്പടിയിൽ അവൻ തന്റെ ജനത്തെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാകുന്നു എന്നുള്ളത് യോശിയ രാജാവിന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും തന്റെ ദേശത്തുണ്ടായ ആ നവോത്ഥാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനം എത്ര പ്രാവർത്തികമാക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്? ശ്രദ്ധിച്ചു വായിക്കുവാനും പഠിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും അനുസരിക്കുവാനും താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ഈ വചനം നമ്മുടെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമാണ്. നമ്മുടെ കുടുംബത്തിന് രൂപാന്തരം വരുത്തുവാൻ അത് മതിയായതാണ്. ദൈവകരങ്ങളിലേക്ക് താങ്കളുടെ ജീവിതത്തെ അതിനായി സമർപ്പിക്കുമോ?